കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് ആർ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ആർ. ഇങ്ങനെയാണ് ക്ലോസ്ഡ് സബ്സെറ്റ് ഡിഫൈൻ ചെയ്തത്. സബ്സെറ്റ് എഫ് ഓഫ് ആർ ഈസ് ക്ലോസ്ഡ് ഇൻ ആർ ഇഫ് ഇറ്റ്സ് കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റ് എന്നുള്ളത് പല രീതിയിൽ നമ്മൾ നൊട്ടേഷൻസ് ഉപയോഗിക്കും. ആർ മൈനസ് എഫ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സി ഓഫ് എഫ് എന്ന് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എഫിന്റെ മുകളിൽ സി എന്ന് എഴുതിയിട്ടാണ്. സോ എഫ് കോംപ്ലിമെന്റ് ഓപ്പൺ ആകുമ്പോഴാണ് ഒരു സെറ്റ് ക്ലോസ്ഡ് ആവുന്നത്, അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആകുമ്പോഴാണ്. ഓപ്പൺ സെറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത് വെച്ച് ക്ലോസ്ഡ് സെറ്റ്സിന് എക്സാമ്പിൾസിലോട്ട് പോയാൽ, ഒരു എക്സാമ്പിൾ നൾ സെറ്റ്. എന്തുകൊണ്ട് നൾ സെറ്റ് ക്ലോസ്ഡ് ആയത്? ഇതിന്റെ കോംപ്ലിമെന്റ് ആണ് ഓൾ റിയൽ നമ്പേഴ്സ്, അത് ഓപ്പൺ ആണ്. നൗ സെക്കൻഡ് ഇസ് ആർ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, കാരണം അതിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റ് അഗൈൻ ഓപ്പൺ ആണ്. സോ 5ഉം 6ഉം ക്ലോസ്ഡും ആണ്, ഓപ്പൺ ആണ്. Then next one is finite set. ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മൈനസ് ഇൻഫിനിറ്റി ടു 1 യൂണിയൻ 1 2 യൂണിയൻ 2 3 യൂണിയൻ 3 4 യൂണിയൻ 4 to ഇൻഫിനിറ്റി. ഇതായിരിക്കും ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 4 എലമെന്റ്സ് ഉള്ള സെറ്റിന്റെ കോംപ്ലിമെന്റ്. പക്ഷെ ഇത് ഓരോന്നും ഓപ്പൺ സെറ്റുകളാണ്. ഓപ്പൺ സെറ്റ്സിന്റെ യൂണിയൻ ഇത് അഗൈൻ ഓപ്പൺ. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയതുകൊണ്ട് this is closed. Then അതേപോലെ നമുക്ക് പറയാം closed interval AB. Closed interval AB യുടെ കോംപ്ലിമെന്റ് is minus infinity to A open union B to infinity. So again രണ്ട് ഓപ്പൺ സെറ്റ്സിന്റെ യൂണിയൻ is again open. അപ്പൊ ഇത് തന്നെയാണ് ക്ലോസ്ഡ് സെറ്റ് ആണ്. സോ ഇത് രണ്ടും ക്ലോസ്ഡും ആണ്, ഓപ്പൺ ആണ്. അതേസമയം ഇങ്ങനെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇന്റർവെൽ ഇത് ക്ലോസ്ഡ് എന്നും പറയാൻ പറ്റില്ല, ഓപ്പൺ എന്നും പറയാം. അഗൈൻ ഒരു സെറ്റ് ക്ലോസ്ഡ് ആവും, അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയ. അപ്പൊ ഇതിലെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി തിയറംസ് നോക്കും. ആദ്യത്തെ തിയറം നോക്കും. ഇന്റർസെക്ഷൻ ഓഫ് ആർബിട്രറി കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഇസ് ക്ലോസ്ഡ്. നമ്മൾ ഇതേപോലെ ഓപ്പൺ സെറ്റ്സിന്റെ കേസിൽ ഡീൽ ചെയ്തതാണ്, പക്ഷെ അവിടെ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് ഓപ്പൺ. അപ്പൊ ഇവിടെ അങ്ങനെ നമുക്ക് സപ്പോസ് ചെയ്യാം, ലെറ്റ് ദ കളക്ഷൻ എഫ് ആൽഫ where alpha belongs to capital lambda be an arbitrary collection of closed sets. So f alpha എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആവും, ഇൻഫൈനൈറ്റ് ആവും, അൺകൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആവും. എന്തായാലും ഇതിൽ ഓരോരുത്തരും ഏതാണ്? ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. Now let f is equal to ഇവന്റെ ഒക്കെ intersection alpha belongs to capital lambda f alpha. ഇതിന്റെ ഓരോന്നിനും നമ്മൾ ഇന്റർസെക്ഷൻ എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ക്ലോസ്ഡ് ആണ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവുന്നത് എപ്പോഴാണ്? അതിന്റെ കോംപ്ലിമെന്റ് ഏതാവുമ്പോഴാണ്? ഓപ്പൺ ആവുമ്പോഴാണ്. Then f complement is equal to ഇതിന്റെ കോംപ്ലിമെന്റ് ആണ്, ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ്. ശരി, ഇനി ഇവിടെ നമുക്ക് ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം സെറ്റ് തിയറിയില്. എഫ് കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഡിമോർഗൻസ് ലോ? എ ഇന്റർസെക്ഷൻ ബി യുടെ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇത് തന്നെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി യുടെ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് യൂണിയൻ സി കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എന്താ വരാൻ പോകുന്നത്? യൂണിയനിലോട്ട് പോകും. യൂണിയൻ ഓഫ് കോംപ്ലിമെന്റുകളുടെ യൂണിയൻ ഇങ്ങനെ വരും. ശരി, now since f is closed, f complement is open. No, sorry. Since f alpha is closed, ഇതിൽ ഓരോ f alpha ഏതാണ്? ക്ലോസ്ഡ് സെറ്റ് ആണ്. f ആൽഫയുടെ കോംപ്ലിമെന്റ് is open. അപ്പൊ ഇത് ഓരോന്നും ഓപ്പൺ സെറ്റ്സ് ആണ്. സോ ഓപ്പൺ സെറ്റ്സിന്റെ ആർബിട്രറി യൂണിയൻ ആയി.
Also, arbitrary union of open sets is open. Therefore, നമ്മുടെ F complement എന്ന് പറയുന്നത് therefore F complement is open. ഇത് arbitrary union of open sets ആവില്ല, so that is open. So F is closed. നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഒരു ആർബിട്രറി കണക്ഷൻ എടുത്തു, ഇതിൽ ഓരോരുത്തരും ക്ലോസ്ഡ് ആണ്, അപ്പൊ അവരുടെ കോംപ്ലിമെന്റുകൾ ഏതാണ്? ഓപ്പൺ ആണ്. നമ്മൾ ഇവരുടെ ഒക്കെ ഇന്റർസെക്ഷൻ എടുത്തു. ഇതിന്റെ കോംപ്ലിമെന്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ക്ലോസ്ഡ് ആണ്. എഫ് ക്ലോസ്ഡ് ആവണമെങ്കിൽ എഫ് കോംപ്ലിമെന്റ് ഓപ്പൺ ആവണം. അപ്പൊ ഒന്ന് എഫ് കോംപ്ലിമെന്റ് കണ്ടു നോക്കി. എഫ് കോംപ്ലിമെന്റ് കണ്ടപ്പോ ഇതിന്റെ കോംപ്ലിമെന്റ് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരിക. സോ ദിസ് ഇസ് ആർബിട്രറി യൂണിയൻ ഓഫ് ഇവർ ഓരോരുത്തരും ഏതാണ്? എഫ് ആൽഫ ക്ലോസ്ഡ്, അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ. സോ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇസ് അഗൈൻ ഓപ്പൺ. സോ എഫ് കോംപ്ലിമെന്റ് ഇസ് ഓപ്പൺ. എഫ് കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ എഫ് ഇസ് ക്ലോസ്ഡ്. അടുത്ത നമുക്ക് ഇതേപോലെ യൂണിയന്റെ കേസിൽ, പക്ഷെ അവിടെ ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഏതാണ്? ക്ലോസ്ഡ് ആണ്. പ്രൂവ് ചെയ്യാം. ഫൈനൈറ്റ് കളക്ഷൻ അല്ലേ, F1, F2, etc. Fn are closed sets. ഒരു n number of closed sets എടുത്തു and let F is equal to ഇവരുടെ ഒക്കെ യൂണിയൻ. സോ F1 യൂണിയൻ F2 യൂണിയൻ F3 യൂണിയൻ etc. യൂണിയൻ Fn. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ F ക്ലോസ്ഡ്, ഈ F ക്ലോസ്ഡ് ആവുക, അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ. Then F complement is equal to ഇവരുടെ ഒക്കെ. സോ F1 യൂണിയൻ F2 യൂണിയൻ F3 യൂണിയൻ etc. യൂണിയൻ Fn, ഇതിന്റെ കോംപ്ലിമെന്റ്. Again by De Morgan's laws, F complement is equal to യൂണിയന്റെ കേസിൽ ഉണ്ടല്ലോ De Morgan's law, A യൂണിയൻ B യുടെ കോംപ്ലിമെന്റ് is A complement intersection B complement. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇന്റർസെക്ഷനിലോട്ട് മാറും. സോ F1 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F2 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ F3 കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ Fn കോംപ്ലിമെന്റ്. വീണ്ടും ഈ F1 F2 എല്ലാം ക്ലോസ്ഡ് ആണ്, അപ്പൊ ഇതെല്ലാം ഓപ്പൺ സെറ്റ്സ് ആണ്. ഓപ്പൺ സെറ്റ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ സെയിൻസ് intersection of finite collection of open sets is open. अब ഇത് ഓപ്പൺ ആയി, ഇത് ഓപ്പൺ ആണെന്നാ therefore F complement is open. So F is closed. ഒന്നുകൂടെ ഓർക്കേണ്ട കേസ്, ഓപ്പൺ കേസിൽ ആൻഡ് ക്ലോസ്ഡ് സെറ്റ്സിന്റെ കേസിൽ രണ്ട് റിസൾട്ടുകളാണ്. ആർബിട്രറി യൂണിയൻ, arbitrary union of open sets is open and finite intersection. Now closed sets in the case നേരെ തിരിച്ചാണ്, arbitrary intersection and finite union. ഈ എക്സാമ്പിൾസ്, ഈ കളക്ഷൻസ് ഓർത്ത് വയ്ക്കൂ. Gn is equal to -1/n 1/n. ഇതില് ഓപ്പൺ സെറ്റ്സ് ആണ്. ഓപ്പൺ സെറ്റ്സിന്റെ കേസിൽ ഏത് കണക്ഷന്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓപ്പൺ ആണ്. പക്ഷെ ഇന്റർസെക്ഷന് ചെറിയ പ്രശ്നമുണ്ട്, ഫൈനൈറ്റിന്റെ കേസിലേ പറ്റുള്ളൂ. അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ആവണമെന്നില്ല എന്നല്ലേ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയത്. കാരണം ഇവിടെ ഇന്റർസെക്ഷൻ ഓഫ് Gn എടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റുകൾ വരാൻ പോകുന്ന -1 1 -1/2 1/2 -1/3 1/3 ഇതിനെല്ലാം ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരാളെ ഉണ്ടാവുള്ളൂ, 0. സോ ഇന്റർസെക്ഷൻ ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് എടുത്തത്. പക്ഷെ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ക്ലോസ്ഡ് ആണ്, ഫൈനൈറ്റ് സെറ്റ്, അത് ക്ലോസ്ഡ് ആണ്. അതേപോലെ ക്ലോസ്ഡ് സെറ്റ്സിന്റെ കേസിൽ എത്ര തന്നെ വലിയ കളക്ഷൻ എടുത്താലും, ആർബിട്രറി കളക്ഷൻ ഓഫ്
ക്ലോസ്ഡ് സെറ്റ്സിന്റെ ഇന്റർസെക്ഷൻ ഇസ് ക്ലോസ്ഡ്. പക്ഷെ യൂണിയൻ ഫൈനൈറ്റേ പറ്റുള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റ് കളക്ഷന്റെ യൂണിയൻ എടുത്താലോ, അതൊരു എക്സാമ്പിൾ ആണ്. എഫ് എൻ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എടുക്കുന്നു, യൂണിയൻ ഓഫ് എഫ് എൻ എടുത്ത് നോക്കുക. എന്താ ഇവിടെ യൂണിയൻ ഓഫ് എഫ് എൻ? അപ്പൊ ആദ്യത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എഫ് വൺ എന്ന് പറഞ്ഞാൽ 1 2 എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റ് ആണ്. ദിസ് ഇസ് എഫ് വൺ. ആൻഡ് എഫ് ടു എന്ന് പറയുന്നത് 1/2 2 ആണ്. അത് വലുതാവാണ്. 1 2 is 1/2 2 ഇവിടെ വരെ, 1/3 2, 1/4 2, ഇങ്ങനെ ഒരു സൈഡ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂണിയൻ എടുക്കണം. അപ്പോൾ എന്തായാലും സൂപ്പർ സെറ്റ് ആയിരിക്കും യൂണിയൻ വരാൻ പോകുന്നത്. അത് n tends to infinity, ഇത് 0 പോകും. പക്ഷെ 0 ഉണ്ടാവില്ല. സോ ഓപ്പൺ 0 ആൻഡ് ക്ലോസ് at 2 ഇതായിരിക്കും വരിക. സോ ഇത് എന്തല്ല, നോട്ട് ക്ലോസ്ഡ്. സോ യൂണിയൻ ഓഫ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഫൈനൈറ്റ്, ഓക്കെ, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആവണമെന്ന് നിർബന്ധമില്ല. അതിന്റെ എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കൂ, ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. നമ്മൾ ഓപ്പൺ സെറ്റ്സിന്റെ ക്യാരക്ടറൈസേഷൻ പറഞ്ഞു. ഓപ്പൺ സെറ്റ്സ്, ഒരു സെറ്റ് ഓപ്പൺ ആവും if and only if it is a union of countably disjoint open intervals. ഇന്റർവെൽസിന്റെ യൂണിയൻ ആണ് ഓപ്പൺ സെറ്റ്. അപ്പോൾ അതേപോലെ ക്ലോസ്ഡ് സെറ്റിന്റെ കേസിലാണ് എഫ് ബി എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ, then the following are equivalent. F is closed if and only if ആണ്. F closed ആവും അങ്ങനെയാണെങ്കിൽ any convergent sequence whose elements belongs to F, then limit also in F. അപ്പോൾ ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ അതിൽ ഏത് കൺവേർജന്റ് സീക്വൻസ് ഉണ്ടെങ്കിലും അതിന് ലിമിറ്റും ഏത് തന്നെ ഉണ്ടാവും, എഫിന്റെ അകത്തുണ്ടാവും, എഫിന്റെ പുറത്തോട്ട് പോകില്ല. നേരെ തിരിച്ച് ഏത് കൺവേർജന്റ് സീക്വൻസിന്റെയും ലിമിറ്റും ആ സെറ്റിന്റെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ ആ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ട് നോക്കിയാൽ, സപ്പോസ് F is a closed set. F a closed subset of R ആണ്, and x equal to xn is a sequence with elements in F and suppose that limit of xn is equal to x. So convergent sequence നമ്മൾ കൺസിഡർ, നമുക്ക് ആ പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ x ഏതിൽ തന്നെ ഉണ്ടാവും, എഫിൽ ഉണ്ടാവും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. If possible, if x does not belongs to f, x എഫിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്ഷൻ കിട്ടണം, then x belongs to f complement. പക്ഷേ f ക്ലോസ്ഡ് അല്ലേ, f ക്ലോസ്ഡ് ആകുമ്പോൾ f complement is open, which is open. F complement open ആണെങ്കിൽ ഓപ്പൺ സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും we can find a neighborhood which is contained completely inside that set. There is an epsilon neighborhood. There is an epsilon neighborhood V epsilon of x such that E epsilon of x is a subset of നമ്മുടെ F complement. So F complement ആണ് ഓപ്പൺ. F complement ഓപ്പൺ ആണ്, അതിലൊരു എലമെന്റ് ആണ് ഏത്, x. അപ്പൊ ആ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എപ്സിലോൺ നൈബർഹുഡ് കിട്ടും. ആ നൈബർഹുഡ് ഏതിന്റെ അകത്തായിരിക്കും, ഈ F complement അകത്തായിരിക്കും. സോ F ഇവിടെ ഉണ്ട് and this is F complement. അപ്പൊ അവിടെ ഒരു x, so V epsilon of x. So V epsilon of x intersection is a subset of F complement, അല്ലെങ്കിൽ V epsilon of x intersection F is equal to null set ആണ്. ഈ V epsilon of x നും അതേപോലെ എഫിനും കോമൺ ആയിട്ട് ആരുമില്ല. പക്ഷെ since limit of xn is equal to x for this epsilon, there exists k belongs to n such that modulus of xn minus x is less than epsilon for all n greater than or equal to k. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ x minus epsilon less than xn less than x plus epsilon for all n greater than or equal to k, അല്ലെങ്കിൽ xn belongs to
v epsilon of x. ഈ v epsilon of x എന്ന് പറഞ്ഞാൽ x minus epsilon തൊട്ടിട്ട് x plus epsilon വരെയുള്ള ആളുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ അതിന്റെ അകത്തുണ്ട് ഏത് xn for all n greater than or equal to k. So that's a contradiction. ഏത് contradiction ആയി? ഇത് രണ്ടും തമ്മിൽ contradiction ആയി. This is 1, this is 2. Therefore, എന്തുകൊണ്ടാണ് ഈ contradiction കിട്ടിയത്? x does not belongs to f എന്ന് എടുത്തുകൊണ്ടാണ്. x ഉം ഏതിൽ തന്നെ ആയിരിക്കും, ആ ലിമിറ്റും ഏതിൽ തന്നെ ആയിരിക്കും, f ൽ തന്നെ ആയിരിക്കും. സോ xnകൾ ഇവിടെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം x1 x2 ഇതെല്ലാം സീക്വൻസിലെ ടേംസ് ആണ്. ഈ സീക്വൻസിലെ ടേംസ് അതിന്റെ ലിമിറ്റ് ആണ് x. സോ ലിമിറ്റ് x ആണെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ xന്റെ എപ്സിലോൺ നൈബോർഡിന്റെ അകത്ത് കിടക്കുന്ന ഈ ടേംസ് ഒക്കെ, പക്ഷെ ആ ടേംസ് ഒക്കെയും ഏതിന്റെ അകത്തുള്ളതാണ്? f ലുള്ള ആളുകളാണ്. സോ ഇവിടെ കിട്ടിയിരിക്കുന്ന കാര്യം xn belongs to v epsilon of x for all n greater than or equal to k. അതായത് v epsilon of x ന്റെ അകത്ത് ഏതിലെ f ലെ ഈ x നോടൊക്കെ ഏതിലാണ്? f ലാണ്. അപ്പൊ f ലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട് v epsilon of x. പക്ഷെ ഇവിടെ കിട്ടിയ കാര്യം v epsilon of x ഉം f ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആൽസെറ്റ് ആണ്, ആരുമില്ല. അപ്പൊ ഇത് രണ്ടും അതാണ് എന്ത് ചെയ്യുന്നത്? കോൺട്രഡിക്ഷൻ വരുന്നത്. സോ കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാര്യം x f ൽ ഇല്ല എന്നതുകൊണ്ടാണ്. സോ x belongs to f. ഒന്നുകൂടെ നോക്കാം. f ക്ലോസ്ഡ് സീക്വൻസിന്റെ ലിമിറ്റ് x ആണ്, ആ x f ൽ ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. x f ൽ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് f കോംപ്ലിമെന്റ് ഉണ്ട്, f കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. സോ there is a neighborhood v epsilon of x which is completely contained in f complement. That means v epsilon of x ഉം f ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ v epsilon of x ൽ ഒരാൾ പോലും f ലുള്ള ഉണ്ടാവില്ല എന്നാണ് ഇത്രയും കാര്യങ്ങളൊന്നും കിട്ടുന്നത്. പക്ഷേ സീക്വൻസിലെ ലിമിറ്റ് x അല്ലേ. സോ അതേ എപ്സിലോണിന് ചെറിയ പോസിറ്റീവ് ക്വാണ്ടിറ്റി, അതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് സീക്വൻസിലെ ടേംസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഏതിന്റെ അകത്ത് വരും? v epsilon of x ന്റെ അകത്ത് വരും. ആ സീക്വൻസിലെ ടേംസ് ഒക്കെ ഏതിലാണ്? f ലാണ്. സോ ദാറ്റ് ഈസ് ദ കോൺട്രഡിക്ഷൻ. Any sequence x equal to xn of terms in f converges to x, then x belongs to f. ഏത് സീക്വൻസ് അത് f ലെ ടേംസിന്റെ സീക്വൻസ് എടുത്ത് അത് കൺവേർജസ് ടു x ആണ്, x ഏതിലുണ്ട്? f ലുണ്ട്. Now to prove f is closed, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട f ക്ലോസ്ഡ് ആണ്. അഗൈൻ കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യാണ്. if not f ക്ലോസ്ഡ് അല്ലെങ്കിൽ f എപ്പോഴാണ് ക്ലോസ്ഡ് ആവുക? അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആകുമ്പോഴാണ്. then f complement is not open. f ക്ലോസ്ഡ് ആവുന്നത് കോംപ്ലിമെന്റ് ഓപ്പൺ ആകുമ്പോഴാണ്. f ക്ലോസ്ഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ട്രൈ ചെയ്യാണ്. then f complement is not open. f complement ഓപ്പൺ അല്ല. സോ ഇവിടെ f ഉണ്ട്. so this is f complement. so f complement ഓപ്പൺ അല്ല. എപ്പോഴും f complement ഓപ്പൺ ആവുക? അതിൽ ഏതൊരാൾ എടുത്തു കഴിഞ്ഞാലും ഒരു നൈബർഹുഡ് കാണും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ f complement. അപ്പൊ ഇത് ഓപ്പൺ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതോ ഒരു എലിമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിനെ y നോട്ട് എന്ന് വിളിക്കുകയാണ്. അപ്പൊ ഏതോ ഒരു എലിമെന്റ് കാണാൻ പറ്റും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൽ? അതിന്റെ ഒരു നൈബർഹുഡ് പോലും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ f complement ആയിരിക്കില്ല. അതിന്റെ അർത്ഥം അതിന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും f ആയിട്ട് f ൽ കുറച്ച് പോയിന്റ്സ് എങ്കിലും ഉണ്ടാവും. സോ there exists a point y naught belongs to f complement such that every neighborhood of y naught contains
points in F. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, നമ്മൾ എടുത്തിരിക്കുന്ന എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എഫ് ഇസ് നോട്ട് ക്ലോസ്ഡ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എഫ് ക്ലോസ്ഡ് അല്ല. എഫ് ക്ലോസ്ഡ് അല്ലെങ്കിൽ എഫ് ക്ലോസ്ഡ് ആകുന്നതിന് കോംപ്ലിമെന്റ് ഓപ്പൺ ആകുമ്പോഴാണ്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ അല്ല. ഇതിന് കോംപ്ലിമെന്റ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏത് പോയിന്റ് എടുത്താലും അതിന് ഒരു നൈബർഹുഡെങ്കിലും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എഫ് കോംപ്ലിമെന്റ് കിട്ടും. പക്ഷെ ഇത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റെങ്കിലും കിട്ടും. ഏത് പോയിന്റ് എടുത്താലും നേരത്തെ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഒരു പോയിന്റെങ്കിലും കിട്ടും. അതിന്റെ നൈബർഹുഡ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പോലും കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ എഫ് കോംപ്ലിമെന്റ് വരാത്തത്, അതായത് അതിന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എഫില് പോയിന്റ്സ് ഉള്ള രീതിയിൽ കിട്ടും. So there exists a point y naught belongs to f complement, so that every neighborhood of y naught contains points in f. So for 1/n neighborhoods, v1/n of y naught. ഞാനിവിടെ പല നൈബർഹുഡ്സ് കൺസിഡർ ചെയ്യാണ്. n 1 ആവുന്ന സമയത്ത് 1 നൈബർഹുഡ്, അതായത് എപ്സിലോൺ 1. n 1/2 ആവുന്ന സമയത്ത്, n 2 ആവുന്ന സമയത്ത് 1/2 നൈബർഹുഡ്. ആ പോയിന്റ് y നോട്ടിന്റെ അപ്പുറത്തുള്ള 1/2 ഡിസ്റ്റൻസിലുള്ള കളക്ഷൻ, അതിനും ഏതുമായിട്ട് ഇന്റർസെക്ഷൻ വരും? f ആയിട്ട് ഇന്റർസെക്ഷൻ വരും. അപ്പൊ ഇതിൽ ഓരോന്നിനും f ആയിട്ട് ഇന്റർസെക്ഷൻ വരും. സോ ഫോർ 1/n neighborhoods, v1/n y naught contains points. ഒരു പോയിന്റെങ്കിലും ഉണ്ടാവും. സേ yn, ഞാൻ ആ പോയിന്റ്സിനെ yn എന്ന് വിളിക്കുകയാണ്, ബിലോങ്സ് ടു എഫ്. ഓരോ നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആ നൈബർഹുഡുകളൊക്കെയും ആരായിട്ട് ഇന്റർസെക്ട് ചെയ്യും? എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ഓരോ ആ നൈബർഹുഡ്സിനെ ഞാൻ 1/n നൈബർഹുഡ്സ് എന്നാണ് വിളിക്കുന്നത്, അതായത് എപ്സിലോൺ നൈബർഹുഡ്സ്. അപ്പോൾ എനിക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നൈബർഹുഡ്സ് വേണം, വേർ n ബിലോങ്സ് ടു ഇത് n. സോ 1 നൈബർഹുഡ്, 1/2 നൈബർഹുഡ്, 1/3 നൈബർഹുഡ്, 1/4 നൈബർഹുഡ്, ഇങ്ങനെ ആ നൈബർഹുഡിനെ ഞാൻ പേര് വിളിച്ചു v1/n ഓഫ് y naught. അതെല്ലാം എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പോയിന്റെങ്കിലും എഫിൽ ഉണ്ടാവും. ആ പോയിന്റ്സ് അനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. ഞാൻ y എന്നുകൾ ഡിഫൈൻ ചെയ്തു. yn, ഈ y നോട്ടിന്റെ 1/n നൈബർഹുഡിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് yn മൈനസ് y naught ഇസ് ലെസ് ദാൻ 1/n എന്ന് വന്നു. സോ 1/n as n tends to infinity tends to 0 ആണ്. സോ therefore ലിമിറ്റ് ഓഫ് yn എന്ന് പറയുന്നത് y naught വരും. ആൻഡ് yn കളൊക്കെ എവിടെയാണ്? എഫിലാണ്. സോ yn is a sequence of terms in f whose limit y naught, പക്ഷെ ഇതിലില്ല, എഫിലില്ല. y naught നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? എഫ് കോംപ്ലിമെന്റിലാണ്. does not belongs to f. That's the contradiction. എന്തിനാ കോൺട്രഡിക്ഷൻ വന്നിരിക്കുന്നത്? എഫിലെ ടേംസിൻ്റെ ഏത് കൺവേർജൻസ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ലിമിറ്റും എഫിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. പക്ഷെ ഇവിടെ ലിമിറ്റ് y naught എഫിൽ ഇല്ല. കോൺട്രഡിക്ഷൻ വന്നു. കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എഫ് നോട്ട് ക്ലോസ് എന്ന് എടുത്തുകൊണ്ടാണ്. therefore f is closed. സോ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം ഇതാണ്, ഒരു സീക്വൻസ് ഫോം ചെയ്യാണ്. എങ്ങനെ സീക്വൻസ് ഫോം ചെയ്ത്? എഫ് ക്ലോസ്ഡ് അല്ലെങ്കിൽ എഫ് കോംപ്ലിമെന്റ് ഓപ്പൺ അല്ല. എഫ് കോംപ്ലിമെന്റ് ഓപ്പൺ അല്ലെങ്കിൽ അതൊരു y naught ഉണ്ടാവും. അതിന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എഫിലെ പോയിന്റ്സ് ഉണ്ടാവും. y നോട്ടിന്റെ 1/n നൈബർഹുഡ്സ് എടുക്കുന്നു, എഫിലെ പോയിന്റ്സ് ഉണ്ടാവില്ല. ആ എഫിലെ പോയിന്റ്സിനെ ഓരോന്നിന്റെ കേസിലും yn എന്ന് വിളിച്ചു. സോ യു ഗോട്ട് എ സീക്വൻസ് ഓഫ് ടേംസ് ഇൻ എഫ് yn. പക്ഷെ അതിന്റെ ലിമിറ്റ് ഏതാവും? y naught ആവും. ആ y naught ഏതിലില്ല? എഫിലില്ല. സോ അത് ഈ നമ്മുടെ അസംഷന് കോൺട്രഡിക്ഷൻ ആയി. സോ എഫ് ഇസ് ക്ലോസ്ഡ്. എപ്പോഴാണ് എഫ് ക്ലോസ്ഡ് ആവുക? It contains all the limit points എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം.
ഏത് സീക്വൻസ് എഫിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ലിമിറ്റ് ഏതിൻ്റെ അകത്ത് ഉണ്ടാവണം, എഫ് തന്നെ ഉണ്ടാവണം, കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള മീനിങ്. അത് ഏത് സീക്വൻസിന്റെ ലിമിറ്റും അതിലെ ടേംസിന്റെ ലിമിറ്റ് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും, എഫ് ഏതാണെങ്കിൽ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അടുത്ത റെഫറൻസ് നോക്കൂ, ക്ലസ്റ്റർ പോയിന്റ് അല്ലെങ്കിൽ ലിമിറ്റ് പോയിന്റ്, അക്യുമുലേഷൻ പോയിന്റ്. ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എന്നുള്ള മീനിങ് വരുന്നുണ്ട്. A point x in f is said to be a cluster point if every neighborhood of x contains a point of f different from x. ആ x അല്ലാതെ ആ സെറ്റിലെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ പോയിന്റ് നമുക്ക് ക്ലസ്റ്റർ പോയിന്റ് എന്ന് വിളിക്കാം. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഇന്റർവൽ 0, 1 എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ദാറ്റ്സ് എ ക്ലസ്റ്റർ പോയിന്റ്. കാരണം ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് അതർ ദാൻ ദാറ്റ് എക്സ് ഓഫ് ദാറ്റ് സെറ്റ്. പക്ഷെ ഇതിന് കുറച്ചുകൂടി ഐഡിയ ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഇതിൽ എല്ലാ പോയിന്റ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്. ശരിക്കും ലിമിറ്റ് പോയിന്റ്സ് ആണ്. ഈ ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് ക്ലസ്റ്റർ പോയിന്റ് ഇസ് എ ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് പോയിന്റ്സ് ഇൻ എഫ്. ഇപ്പൊ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സീക്വൻസും കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇതിൽ തന്നെ വേറൊരു ക്ലസ്റ്റർ പോയിന്റ് ആണ് 0. 0 ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. കാരണം 0ന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 0 അല്ലാതെ വേറൊരു പോയിന്റ് ഈ സെറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ 0 ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. അതേപോലെ 1 ഇസ് എ ക്ലസ്റ്റർ പോയിന്റ്. പക്ഷേ ഈ 0യും 1ഉം ഈ സെറ്റിൽ ഇല്ല. അത് വേറെ ചെറുതായിട്ട് തിരുത്തൽ വരുന്നതാണ്. ആ പോയിന്റ് ഏതിൽ ഉണ്ടാവണമെന്നില്ല, സെറ്റിൽ ഉണ്ടാവണമെന്നില്ല. പോയിന്റ് x is said to be a cluster point of a set f if every neighborhood of x contains a point of f different from x. അപ്പോൾ ഇവിടെ 1ഉം ഓപ്പൺ ഇന്റർവൽ 0, 1ന്റെ ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്, പക്ഷെ ആ സെറ്റിൽ ഇല്ല. അതിന് ഇന്ത്യയിലുള്ള എല്ലാ പോയിന്റ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്. പക്ഷെ ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ക്ലോസ് ഇന്റർവൽ 0, 1 ആണെങ്കിൽ ഇതിലുള്ള എല്ലാ പോയിന്റ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ n പോയിന്റ്സും ക്ലസ്റ്റർ പോയിന്റ്സ് ആണ്. അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സെറ്റിന് നമുക്ക് ഇങ്ങനെയും പറയാം, എ സെറ്റ് ഇസ് ക്ലോസ്ഡ് ഡിഫൈൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ക്ലസ്റ്റർ പോയിന്റ്സ്. അപ്പോൾ അതാണ് അടുത്ത തിയറി. ഓക്കെ, ഇതാണ് തിയറി. എ സബ്സെറ്റ് എഫ് ഓഫ് ആർ ഇസ് ക്ലോസ്ഡ് ഡിഫൈൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ക്ലസ്റ്റർ പോയിന്റ്. അപ്പോൾ അത് ആ ക്ലസ്റ്റർ പോയിന്റിന്റെ ഡെഫിനിഷൻ അറിയണം. ഒരു പോയിന്റ് ക്ലസ്റ്റർ പോയിന്റ് എന്ന് പറയും എപ്പോഴും അതിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ഒരു പോയിന്റെങ്കിലും ഏതിൽ ഉണ്ടാവണം, എഫിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അതിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും ആരുമായിട്ട് ഇന്റർസെക്ട് ചെയ്യണം, എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യണം. ഓക്കെ, പ്രൂഫ്. സപ്പോസ് എഫ് ഇസ് ക്ലോസ്ഡ് and x is a cluster point. f ന്റെ ക്ലസ്റ്റർ പോയിന്റ് ആണ് f എന്ന് x എന്ന് വിചാരിക്കുക. അപ്പൊ f ഇവിടെ ഉണ്ട്, ക്ലസ്റ്റർ പോയിന്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇവിടെ ഉള്ള ഒരാളായിട്ട് x എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. ക്ലോസ് സെറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം f. x ഏതിലുണ്ടെന്നാ പ്രൂവ് ചെയ്യേണ്ടത്, f. If not, contradiction try ചെയ്യാം. That is, x does not belongs to f. Then x ഏതിലുണ്ട്, belongs to f complement, which is open. അപ്പോൾ f കോംപ്ലിമെന്റിൽ ആരുള്ളത്, x ഉള്ളതെന്ന് വിചാരിക്കുക. f കോംപ്ലിമെന്റിലാണ് f ഉള്ളതെങ്കിൽ അതൊരു ഓപ്പൺ സെറ്റ് ആണ്. ഓപ്പൺ സെറ്റ് ആണെങ്കിൽ there exists an epsilon neighborhood v epsilon of x subset of f complement. അപ്പോൾ ഇതിനൊരു neighborhood ഉണ്ടാകും which is completely contained in f complement. Then v epsilon of x ഉം v epsilon of x ഉം f ഉം തമ്മിലുള്ള ഇന്റർസെക്ഷൻ null set ആണ്. ഒന്നുകൂടെ നോക്കുക. ദാറ്റ്സ് എ കോൺട്രഡിക്ഷൻ. നമുക്ക് കിട്ടി. എന്താ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം, ഈ എക്സ് ആരാണ്, ക്ലസ്റ്റർ പോയിന്റ് ആണ്. ക്ലസ്റ്റർ പോയിന്റ് ആകുമ്പോൾ അതിന്റെ ഏത് നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എഫിലെ പോയിന്റ്സ് ഉണ്ടാവേണ്ട, എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യണ്ടേ. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന നെയ്ബർഹുഡ് എക്സിന്റെ നെയ്ബർഹുഡ് ആണ്, പക്ഷെ എഫ് ആയിട്ടുള്ള ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. സോ ദാറ്റ് ഇസ് എ കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്, അല്ലെ എന്തിനാ കോൺട്രഡിക്ഷൻ? എക്സ് ഇസ് എ cluster point. Of f. എന്തുകൊണ്ട് കോൺട്രഡിക്ഷൻ കിട്ടി? നമ്മൾ x does not belongs to f എന്നതുകൊണ്ടാണ്. therefore x belongs to f. വളരെ എളുപ്പം കിട്ടി. x belongs to f എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. x ഇപ്പുറത്താണെങ്കിൽ ഇത് ഓപ്പൺ സെറ്റാ, അപ്പൊ അവിടെ ഒരു നെയ്ബർഹുഡ് ഉണ്ടാവും. ആ നെയ്ബർഹുഡ് ഇതിന്റെ
സബ്സെറ്റ് ആവും. എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല. പക്ഷെ ക്ലസ്റ്റർ പോയിന്റ് ഡെഫിനിഷൻ പ്രകാരം എഫ് ആയിട്ട് എന്ത് ചെയ്യണം? ഇന്റർസെക്ട് ചെയ്യണം. എക്സ് ക്ലസ്റ്റർ പോയിന്റ് ആണെങ്കിൽ അതിന്റെ കോൺവേഴ്സ് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് contains all its cluster points. F എന്ന് പറഞ്ഞ സെറ്റ് contains all its cluster points. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? F ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. F is closed എന്നാ പ്രൂവ് ചെയ്യണ്ടേ. That is F complement is open എന്നാ പ്രൂവ് ചെയ്യണ്ടേ. Okay, F complement open na prove cheyenge. F complement open na prove cheya. This is F. So F complement ivide idu open na prove cheyanengil adile edu point eduthaal adinoru neighborhood completely contained in that set undavunallo. So let y belongs to F complement. So adinu neighborhood kittiya madi. So y belongs to F complement nu parnal y is not a cluster point on F. അതുകൊണ്ടാ എഫിന്റെ ക്ലസ്റ്റർ പോയിന്റ്സ് ഒക്കെ ഏതിലുണ്ടെന്നാണ് അസ്യൂം ചെയ്തിട്ടുണ്ട്? എഫിലുണ്ട്. അപ്പോൾ വൈ എഫിൽ ഇല്ലാത്തതുകൊണ്ട് വൈ എന്തല്ല? ക്ലസ്റ്റർ പോയിന്റ് അല്ല. ക്ലസ്റ്റർ പോയിന്റ് ആയിരുന്നെങ്കിൽ വൈന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാലും എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യുമായിരുന്നു. വൈ ക്ലസ്റ്റർ പോയിന്റ് അല്ലാത്തതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഇല്ല. ഏത് കണ്ടീഷൻ? അതിന്റെ ഏത് നൈബർഹുഡ് എടുത്തു കഴിഞ്ഞാൽ എഫ് ആയിട്ട് ഇന്റർസെക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. There is a neighborhood V epsilon of y. There is a neighborhood V epsilon of y which do not intersect with f, or V epsilon of y f ആയിട്ട് ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എഫ് ആയിട്ട് ഒരു കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നുമില്ല. അതിന്റെ അർത്ഥം ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എഫ് കോംപ്ലിമെന്റ്. ഇപ്പോ y ഏതിലെടുത്തു? എഫ് കോംപ്ലിമെന്റ് എടുത്തു. നമുക്ക് അതിന് ഒരു നൈബർഹുഡ് കിട്ടിയ സബ്സെറ്റ് ആയിട്ട്. സോ y is arbitrary. ഇതെല്ലാം വൈക്ക് ട്രൂ ആയിരിക്കും. അതായത് ഈ എഫ് കോംപ്ലിമെന്റിലെ എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് neighborhood കിട്ടും which is completely contained in that set. We get F complement is open. So F complement open എന്ന് പറഞ്ഞാൽ F is closed. So ഒരു closed set ആണെങ്കിൽ it contains all its cluster points, it contains all its limit points, it contains all its accumulation points. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവും, അതിന്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയാൽ arbitrary intersection of closed sets closed ആണ്. Finite union of closed sets closed ആണ്. ഒരു സെറ്റ് ക്ലോസ്ഡ് ആയാൽ it contains all its cluster points. ഒരു സെറ്റ് ക്ലോസ്ഡ് ആയാൽ അതിലെ ടേംസിലെ ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും കൺവേർജന്റ് സീക്വൻസ് ആണെങ്കിൽ അതിന്റെ ലിമിറ്റും ഏതിൽ തന്നെ ഉണ്ടാവും, ആ സെറ്റിന്റെ അകത്ത് ഉണ്ടാവും.